വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാറൽസ് വേൾഡ് 4356. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട കളറിൽ വാങ്ങിയ കൊടയാണ്. ഇത് ജോൺസിൻ്റെ കമ്പനിയുടെ കൊടയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് വയലറ്റ്. ആ ഒരു തീമിൽ വാങ്ങിയതാണ് ഈ ഒരു കൊട. ഇതാണ് നമ്മളെ കൊട കേട്ടോ. ഇതിന്ന് ഫുൾ ഓപ്പൺ ആക്കിയ പിന്നെ നമുക്ക് ഇടാൻ കഴിയില്ല ഈ ഒരു കവറിന്ന്. അതുകൊണ്ടാണ് ഫുൾ ഓപ്പൺ ആക്കിയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള കൊട ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബാക്കി സാധനങ്ങൾ കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുള്ള ഞാൻ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്കൂൾ തുറന്നതിന് ശേഷം മാത്രമേ ടെക്സ്റ്റ് ബുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ എന്നൊക്കെ. അപ്പോൾ അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബോക്സാണ് കേട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ ബോക്സ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തീമിൽ ഞാൻ വാങ്ങിയതാണ് പിങ്ക് കളർ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണുള്ളത് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളുണ്ട്. പിന്നെ ഇത് പുതിയ മോഡലായതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് തുറക്കേണ്ടത്. ഇനി സ്വിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തുറന്ന് മേലെ നമ്മൾ ഷാർപ്നെസ്സിൻ്റെ ഡസ്റ്റ് കളയണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കണം കേട്ടോ. ഇങ്ങനെ തുറന്നാൽ മാത്രമേ നമുക്ക് ഷാർപ്നെസ്സിൻ്റെ ഡസ്റ്റൊക്കെ കളയാൻ പറ്റൂ. പിന്നെ ഞാൻ എൻ്റെ പൗച്ചും കൂടി വാങ്ങിയിട്ടുണ്ട്. ഞാൻ പിങ്ക് വയലറ്റ് കോമ്പിനേഷനിലാണ് വാങ്ങിയത് പൗച്ചും ബോക്സും. അപ്പോൾ പിങ്കും വയലറ്റും നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിയത്. ഇതിൻ്റെ സാധാ ഒരു പൗച്ചിനെ പോലെയാണ് ഈ ഒരു പൗച്ചിൻ്റെ അകത്തും. നല്ല ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ഇതിൽ വെക്കാൻ കഴിയാത്ത സാധനമൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. ഇതിൽ എൻ്റെ ഒരു ബാഗിൻ്റെ കളറുണ്ട്. ആ കളർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബോക്സിൽ വെക്കുന്ന ആക്സസറീസ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് ഏട്ടൻ വാങ്ങിത്തന്ന ഒരു സംഭവമാണ്. ഇതാണ് മൾട്ടി കളർ പെൻ. ഈ ഒരു ബട്ടൺ നോക്കിയാൽ ഇത് മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. യൂണിക്കോൺ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് എടുത്ത് എഴുതാം, നമുക്ക് ഡ്രോ ചെയ്യാം. അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസൊക്കെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ലൊരു പെന്നാണ്. ഇതുപോലെ ചെയ്താൽ മാത്രമേ ഈ ഒരു നിപ്പ് പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്കെയിലാണ്. ഇത് എനിക്ക് ഓൾറെഡി 30 സെൻറ്റിമീറ്ററിലുള്ള സ്കെയിലുണ്ട്. അതുകൊണ്ട് ഞാൻ 15 സെൻറ്റിമീറ്ററുള്ള സ്കെയിലാണ് വാങ്ങിയത്. നെക്സ്റ്റ് ഇതുപോലെയുള്ള ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിലുള്ള ഒരു ചെറിയൊരു ഇറേസറാണ് വരുന്നത്. പിന്നെ 2 ഇറേസർ വേറെ ഉണ്ട് കേട്ടോ. ഇത് ട്വിങ്കൈൻ്റെ ഇറേസറാണ്. ഒന്ന് ഗ്രീൻ കളറും മറ്റേത് വൈറ്റ് കളറും ആണുള്ളത്. ഇത് രണ്ടും ഒരേ കമ്പനീൻ്റെ തന്നെയാണ്. നമുക്ക് ഓൾറെഡി 2 ഇറേസർ ഉള്ളത് കൊണ്ടാണ് വലിയ ഇറേസർ വാങ്ങാതെ നിന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്ക് കളറുള്ള ഷാർപ്നർ ഇറേസർ ഒന്നിച്ച് വരുന്നൊരു ഇതാണ് കേട്ടോ. ഇതിന് 15 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ചെന്നൈയിൽ നിന്നാണ് വാങ്ങിയത്. ഇത് എവിടെയും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഒരു സൈഡ് ഇറേസറും ഒരു സൈഡ് ഷാർപ്നറും വരുന്ന സംഭവമാണ്. നെക്സ്റ്റ് വരുന്നത് ഞാൻ 3 പെൻസിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ പെൻസിൽസ് ഉള്ളത് കൊണ്ട് ഞാൻ 3 എണ്ണേ വാങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വേറൊരു തരത്തിലുള്ള ഷാർപ്നറാണ്. ഇതുപോലത്തെ ഒരു ഷാർപ്നറാണ്. ഇത് ഗ്രീൻ കളറാണ് വരുന്നത്. നെക്സ്റ്റ് ഞാനൊരു ഫ്ലെയറിൻ്റെ പാക്കറ്റ് പെൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 25 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ 5 പെൻസിന്. പിന്നെ എക്സ്ട്രാ വേറെ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലെയർ മൂവിൻ്റെതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ പ്രാവശ്യം ബ്ലാക്ക് ഇങ്ക് ആണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബ്ലൂ ഇങ്ക് ഉപയോഗിച്ചതുകൊണ്ട് ഈ പ്രാവശ്യം ബ്ലാക്ക് ഇങ്ക് ആക്കി. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം ഉപയോഗിക്കുന്ന ഇങ്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണം കേട്ടോ. പിന്നെ ഹോംവർക്കൊന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിക്കോൺ മിനി ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതുപോലുള്ള ഒരു സംഭവം ഇട്ടാൽ ഇത് ക്ലോസ് ആവും. ഒരു യൂണിക്കോണിൻ്റെ പിക്ചറിലുള്ള ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റൂൾഡ് ടൈപ്പ് പേപ്പറാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇതിൽ കുറേ പേജസ് ഉണ്ട്. ഇതിന് 85 റുപ്പീസാണ് വരുന്നത്. ഇത് എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഇതൊക്കെ വാങ്ങിയത്
സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളും അവിടെ കുറേ കളക്ഷൻ ഉണ്ട്. ഷോപ്രീസ്, റിയൽ, ഇവിടെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളും പോയിട്ട് വാങ്ങണം കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ബ്ലാക്ക് കളർ കൊണ്ടല്ല, ഇതിൻ്റെ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഇതിലുള്ളത് കൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ഇതിന് 550 റുപ്പീസാണ് കേട്ടോ വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ട് പിടിക്കാൻ, അത് വെച്ച് ഇതുപോലെ ഊരണം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അതിലേക്ക് ഇട്ട് മൂടണം കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്കെച്ചാണ്. ഇത് ഡോംസിൻ്റെതാണ് കേട്ടോ. മെറ്റാലിക് മാർക്കർ പെൻസാണ് ഡോംസിൻ്റെത്. ഇതിൽ ഗ്ലിറ്റർ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളെ പിക്ചറോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്തതോ ഒക്കെ നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കാം കേട്ടോ. കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഡോംസിൻ്റെ കളർ പെൻസിൽസും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡോംസിൻ്റെ കളർ ക്രയോൺസ് വാങ്ങിയിട്ടുണ്ട്. കളേഴ്സ് ഐറ്റംസിൽ ഈ 3 ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഡോംസിൻ്റെ തന്നെയാണ് 3 കമ്പനി വരുന്നത്. ഡോംസിൻ്റെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ എൻ്റെ ഒരു ഫെവിക്വിക്കാണ്. ഇതിന് യൂണിക്കോണിൻ്റെ പിക്ചറുള്ളതാണ് ഞാൻ വാങ്ങിയത്. പിന്നെ കുറേ പിക്ചേഴ്സിലുള്ളത് വേണമെന്നുണ്ട്, ഞാൻ യൂണിക്കോണിൻ്റെതാണ് വാങ്ങിയത്. കാരണം എനിക്ക് പിങ്ക് കളർ തീമാണ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെ ഞാൻ പെൻസിൽ വാങ്ങുന്ന കൂട്ടത്തിൽ ഈ ലിഡ് പെൻസിലും കൂടി വാങ്ങി കേട്ടോ. ഇതൊരു ബ്ലൂ കളറിലാണ് വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ബുക്സ് ഇന്നലെ വൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളറാണ് ബുക്കിൻ്റെ വൈൻഡൊക്കെ വരുന്നത്. ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ ഞാൻ വൈൻഡ് ചെയ്തു. നെയിം സ്റ്റിക്കർ ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്റ്റിക്കർ വരുന്നതത്രേ. അതുകൊണ്ട് ഞാൻ റീൽസിൽ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ നെയിം സ്റ്റിക്കർ. അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബാഗാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബാഗ്. നല്ലൊരു ബാഗാണ്. ഒരു ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും വരുന്ന ഒരു ബാഗാണ് കേട്ടോ ഇത്. ബുക്സൊക്കെ വാങ്ങുമ്പോൾ ഞാനെല്ലാം ക്ലാസ്മേറ്റ്സിൻ്റെതാണ് വാങ്ങിയത്. പക്ഷേ എൻ്റെ റഫ് ബുക്ക് മാത്രം ഞാൻ അപ്സരേൻ്റെതാണ് കേട്ടോ വാങ്ങിയത്. ഇതാണ് എൻ്റെ റഫ് ബുക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ കിറ്റ്. എനിക്ക് ഈ ഒരു പിക്ചർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു വയലറ്റ് തീമിലാണ് ഈ ഒരു കളർ ഏകദേശം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കിറ്റ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബാക്ക് ടു സ്കൂളിൽ വരുന്ന ഐറ്റംസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ.